على محمد يا رب صل عليه وسلم. അപ്പോൾ 4-5 ക്ലാസ്സിൽ ഞങ്ങൾ ചർച്ചയാക്കിയത് ഫാത്തിഹ സൂറത്ത് ഓതലേക്ക് മുന്നിലുള്ള പ്രധാനമായിട്ടുള്ള വിഷയങ്ങളും, അതുപോലെ ഫാത്തിഹ സൂറത്ത് ഓതിയൽ പിന്നെ ഉള്ളെങ്കിലത്തെ പ്രധാനമായിട്ടുള്ള വിഷയങ്ങളും, അതുപോലെ ഫാത്തിഹ സൂറത്തിലുള്ള പ്രധാനമായിട്ടുള്ള സുന്നത്തായ വിഷയങ്ങളായിട്ട് ചർച്ചയാക്കി. ഇനി പരിശുദ്ധമായ ഈ നിസ്കാരത്തിലും ഫാത്തിഹ സൂറത്ത് ഓതുമ്പോൾ അവിടെ പിന്നെ മാമൂം അല്ലാത്ത ആൾമാർ ഇമാമുകൾ എന്താക്കണം, ജോർ ഓതൽ പ്രത്യേകമായിട്ടുള്ള സുന്നത്തുണ്ട്. അതായത് സുബഹി നിസ്കാരത്തെ 2 റക്അത്തിലും, അതുപോലെ ഇശാ നിസ്കാരത്തിലും, അതുപോലെ ജുമാ നിസ്കാരത്തിലും, അതുപോലെ പിന്നെ മഗ്രിബ് നിസ്കാരത്തിലും, അതുപോലെ പെരുന്നാൾ നിസ്കാരത്തിലും, അതുപോലെ തറാവി, വിത്ർ തുടങ്ങിയ നിസ്കാരങ്ങൾ, ചന്ദ്രഗ്രഹണ നിസ്കാരം, ഇതിലെല്ലാം എന്താക്കും, ജോർ ഓതൽ പ്രത്യേകമായിട്ടുള്ള സുന്നത്തുണ്ട്. വയുക്റഹു ലിൽ മഅ്മൂമി അൽ ജഹ്റു ലിന്നഹി അൻഹു. അതുപോലെ മഅ്മൂമു ജോർ ഓതരുത്, അതിനെ തൊട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് അത് നിരോധനം വന്നുള്ളത് കൊണ്ട് അത് കറാഹത്തായിട്ടാണ്. അപ്പോൾ മഅ്മൂമുക ജോർ ഓതുകയില്ല, ഇമാമുക ജോർ ഓതുകയുള്ള സുന്നത്തായ ഒരു വിഷയമായിട്ട്. പിന്നെ ഈ ഫാത്തിഹ സൂറത്ത് ഓതിയൽ പിന്നെ അതിക്ക് മുന്നലും പിന്നെ ആയിട്ടുള്ള ഒരു വിഷയമാണ് തക്ബീറുകൾ. ഈ ഓരോ റക്അത്തിലും തക്ബീറും ഫീ കുല്ലി ഖഫ്ളിൻ വറഫ്ഇൻ, ഇങ്ങനെ തായുമ്പോഴും ഉണർമ്പോഴും എണിക്കുമ്പോഴും എല്ലാം തക്ബീർ സുന്നത്താണ്. പിന്നെ റുക്കു സുജൂദ് ഇങ്ങനെയെല്ലാം പോകുമ്പോൾ തക്ബീർ സുന്നത്ത്, അതുപോലെ എണിക്കുമ്പോൾ റുക്കുവിൽ നിന്ന് എണിക്കുമ്പോൾ ഇങ്ങനെയെല്ലാം തക്ബീർ സുന്നത്തുണ്ട്. ലാ ഫീ റഫ്ഇൻ മിന റുക്കൂഇ, റുക്കുവിൽ നിന്ന് എണിക്കുമ്പോൾ തക്ബീർ സുന്നത്തില്ല, അവിടെ വേറൊരു വിഷയമുള്ളേ. അപ്പൊ ബാക്കിയുള്ള എല്ലാ പക്കം അല്ലാഹു അക്ബർ ചെന്നിട്ട് ഞങ്ങൾ റുക്കൂ പോകണ്ട, സുജൂദ് പോകണ്ട. പക്ഷെ ഏത്തിദാലുക വരുമ്പോ റുക്കുവിൽ നിന്ന് എണിക്കുമ്പോ അവിടെ അല്ലാഹു അക്ബർ ചൊല്ലില്ലേ, അവിടെ ചൊല്ലേ സമിഅ അല്ലാഹു ലിമൻ ഹമിദ. ഞങ്ങൾ ശ്രദ്ധിച്ചിരമായില്ല കൊന്നില്ല. കാരണം എന്തേ, നിസ്കാരത്തിൽ എല്ലാ പക്കം അല്ലാഹു അക്ബർ ചൊല്ലും, ഇവിടെ മാത്രം എന്ത് സമിഅ അല്ലാഹു ലിമൻ ഹമിദ ചെന്നിട്ട് ഞങ്ങളെ പിന്നെ ചിന്തക്ക് ബന്ധനായില്ലെങ്കിൽ കൊന്നില്ല. അപ്പൊ അതൊക്കെയുള്ള കാരണം മഹാന്മാരുടെ പഠിപ്പാട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു സ്വഭാവമുണ്ട്, ഒരു ജമാഅത്തും നബി തങ്ങളെ വിട്ടിട്ട് ഒഴിവാക്കിയ ചരിത്രമേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിലില്ല. എല്ലാ നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജമാഅത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സ്വഭാവമേ അങ്ങനെയല്ലേ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് കേൾക്കട് ഇന്നാറ് സ്വതക്ക് കൊടുത്തങ്ങളുള്ള നിങ്ങളെ കൂട്ടത്തിൽ സ്വഹാബിമാരായിട്ട് കേട്ടപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചൊല്ലു, നബിയെ അനയാ റസൂലല്ലാഹ്, നാനുല്ല നബിയെ. പാവത്തങ്ങൾ ചോറ് കൊടുത്തിട്ടാണ്, അതുക്കും നാനുല്ല നബിയെ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കയ്യത്രേ. അതുപോലെ രോഗിയെ സന്ദർശിച്ചങ്ങളുള്ളാറ് അപ്പം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അതുപോലെ ജനാസ പിൻപറ്റിയങ്ങളുള്ളാറ് അപ്പം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നു, ഒരു മനുഷ്യക്ക് ഇത്ര സ്വഭാവം ഉണ്ടെങ്കിൽ അവന് സ്വർഗത്ത് കണ്ട ഹബീബായ റസൂലുള്ളാഹി. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനത്തെ ഓഫർ എല്ലാം കിട്ടിയോണ്ടിരുന്നത്. അപ്പൊ ഇപ്പൊ ചെന്നോണ്ടുള്ള സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എല്ലാ നാളും ജമാഅത്തുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിട്ട എല്ലാ നാളും. പക്ഷെ ഒരു നാൾ എന്താക്കിത്ത്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബറുമ്പത്തെല്ലാം ലേറ്റായിട്ടാകുമ്പോ ഇങ്ങനെ ഓടി വന്നോണ്ടുണ്ട്, ജമാഅത്ത് നഷ്ടപ്പെട്ട് താൻ നോക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റുക്കൂലുണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റുക്കൂലുണ്ട്. ഇത് കണ്ടിട്ട് ജോറ് ചൊന്തു അൽഹംദുലില്ലാ കിട്ടിപ്പോയിട്ട് നക്ക് കിട്ടിയിട്ട് അൽഹംദുലില്ലാ അല്ലാഹുവോട് സ്തുതിച്ചിട്ട്. അങ്ങനെ സ്തുതിച്ചിട്ടാകുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുട്ട വന്ന് ചൊല്ലും, നബിയെ അതാ സമിഅ അല്ലാഹു ലിമൻ ഹമിദ, ഒരാൾ അല്ലാഹുവിന് വേനായിട്ട് ധാരാളം സ്തുതിച്ചുകൊണ്ടുണ്ട് നബിയെ, ആ സ്തുതി അല്ലാഹു കേട്ടുപോയിട്ട് നബിയെ. അതുകൊണ്ട് അപ്പൊ അതിനർത്ഥം സമിഅ അല്ലാഹു ലിമൻ ഹമിദ, ഒരാൾ സ്തുതിച്ചുകൊണ്ടു വല്ലാത്ത നിലക്ക് അല്ലാഹുവോട് സ്തുതിച്ചുകൊണ്ടു ആ സ്തുതി അല്ലാഹു കേട്ടുപോയിട്ട്, അതാണ് സമിഅ അല്ലാഹു ലിമൻ ഹമിദ. അപ്പൊ ജിബ്രീൽ വന്ന് നബി തങ്ങളെ ചൊല്ലുമ്പോ നബി തങ്ങൾ അതേ ചൊന്നിട്ട് എനിക്ക് സമിഅ അല്ലാഹു ലിമൻ ഹമിദ. അതാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാരണം കൊണ്ടാണ് അവിടെ സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് കേട്ടത്. അപ്പൊ അത്രയും വലിയ വിഷയമാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ സംഭവത്തിലുള്ളത്. കാരണം ഒരു നിസ്കാരത്തിലെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അല്ലാഹു പ്രശംസിച്ചിട്ട് ചൊല്ലേതാണെങ്കിൽ അത്രയും വലിയ മഹത്വമാണ്. അതുകൊണ്ടാണ് എല്ലാ പക്കം അല്ലാഹു അക്ബർ ചൊല്ലുമ്പോൾ ഒരു പക്കത്ത് ചേഞ്ച് ആയ സമിഅ അല്ലാഹു ലിമൻ ഹമിദ ഉണ്ടായി. അപ്പൊ ചെന്നുകൊണ്ട് വന്നേ, അപ്പൊ എല്ലാ പിന്നെ നിസ്കാരത്തിലുള്ള അല്ലാഹു അക്ബർ ചൊല്ലണം, ഒരു പക്കം മാത്രം സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് ചൊല്ലണം സുന്നത്തുള്ളേ. അതുപോലെ പിന്നെ കുറെ ഇങ്ങനെ എനിക്കും കുറെ നേരം എനിച്ചുകൊണ്ട് ഇങ്ങനെ വന്നില്ലേ, അപ്പൊ അത്ര നേരം നീട്ടലും സുന്നത്തുണ്ട്, അല്ലാഹു അക്ബർ എന്നിട്ട് ഇങ്ങനെ നീട്ടലും സുന്നത്തുണ്ട്. അതേ സമയത്ത് ഇങ്ങനെ പോകുമ്പോഴാണ് ചൊല്ലക സുന്നത്തില്ല അല്ലാഹു അക്ബർ. അല്ലാണ്ട് സുജൂദ് പോയിട്ട് തെച്ചൽ പിന്നെ സുജൂദ് പോയാൽ പിന്നെ
അവിടെ തല വെച്ചാൽ പിന്നെ അള്ളാഹു അക്ബർ, അല്ലെങ്കിൽ അത്തയ്യാത്തിൽ വെച്ചാൽ പിന്നെ അള്ളാഹു അക്ബർ. അങ്ങനെയല്ല, പോയോണ്ടിരിക്കുമ്പോ ഇന്തിക്കാലായോണ്ടിരിക്കുമ്പോ പോയോണ്ടിരിക്കുമ്പോ എണിച്ചോണ്ടിരിക്കുമ്പോ അപ്പനാണ് അള്ളാഹു അക്ബർ തക്ബീർ ചൊല്ലുക സുന്നത്തുല്ല്. അപ്പൊ അത്തരത്തിലുള്ള വിഷയങ്ങൾ മനസ്സിലാക്കി ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇലാ ഹദ്റത്തി സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചൊന്ന വിഷയം ഓതിയ പരിശുദ്ധമായ ഫാത്തിഹ സൂറത്ത് അല്ലാഹു ഞങ്ങളിൽ നിന്ന് സ്വീകരിച്ചു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ തങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ സ്വാലിഹീങ്ങളും സജ്ജനങ്ങൾ ഔലിയാക്കന്മാർ അമ്പിയാക്കന്മാർ എല്ലാ മഹത്തുക്കളുടെ മേലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിച്ചു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ പൊരുത്തം കാവലും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ കുടുംബത്തിലും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഇന്നത്തെ നാളിലെ ബഹുമാനം ഈ ലൈലത്തുൽ ഖദ്ർ കിട്ടിയ ഭാഗ്യവാന്മാരിൽ അല്ലാഹു ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിന്റെ സവാബ് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പള്ളി മൈതാനത്തിൽ വിശ്രമിക്കണമെങ്കിൽ മുഅ്മിനീങ്ങ എല്ലാവരുടെ ഖബറിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുത്ത് ഞങ്ങളുടെ ഖബർ അല്ലാഹു തആല പ്രകാശമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.